ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പുതിയ അതിഥിയെ പരിചയപ്പെടാം. നമ്മുടെ ആസാംകാരനായ ഒരു ഭായിയാണ്, ബിജു സുനുവാൽ എന്ന് പറയുന്ന ഭായിയാണ്. ഭായി 18 വർഷമായി ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട്. ഇപ്പോഴിവിടെ ആദ്യം മൈക്കാടായിരുന്നു അല്ലേ? ആദ്യം മൈക്കാട് പണിയായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ മേസ്തിരി പണിയൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് ഭായിയുടെ മലയാളം ഒന്ന് കേൾക്കാം. ബിജു ഇപ്പം പഴയ 5 വർഷം മുമ്പ് മൈക്കാരായിരുന്നു. ഇപ്പം മേസ്തിരിയായി. കട്ട ടേപ്പ് അതൊക്കെ എല്ലാം ഇപ്പം ചെയ്യണേ. ഇപ്പം എവിടെയാണ് താമസിക്കുന്നത്? ചുങ്കം പലച്ചേരി താമസിക്കുന്നു. നാട് അവിടുത്തെ നാട് ആസാം. മൊത്തം പേര് ബിജു സുനുവാൽ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, ഭാര്യയുണ്ട്, ഒരു അങ്കച്ചുണ്ട്. ഇപ്പം വന്നിട്ട് എത്ര വർഷമായി ഇവിടെ? 18 വർഷം. 18 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം മലയാളം പഠിച്ചത് ഇവിടെ വന്ന് എത്ര നാൾ കൊണ്ട് പഠിച്ചു? ഒരു 6 വർഷം കഴിഞ്ഞ. 6 വർഷം കൊണ്ട്. എഴുതാൻ അറിയാമോ മലയാളം? ഇല്ല, സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ. വേറെ ഏതൊക്കെ ഭാഷ അറിയാം? വേറെ ബംഗാളി ഭാഷ കുറച്ച് അറിയാം. പിന്നെ ആസാമിൻ്റെ ഭാഷ ഏതാ? അസാമീസ് അതറിയാം. പിന്നെ ഇംഗ്ലീഷ് അറിയാമോ? ഇംഗ്ലീഷ് കുറേശ്ശൊക്കെ അറിയാം അല്ലേ? കൂടുതൽ വിദ്യാഭ്യാസം ഇല്ല. ഏതായാലും ഭായിയോട് വർത്തമാനം പറയുമ്പോൾ മലയാളിയാണെന്ന് ആദ്യം പറയുള്ളൂ. അതുപോലത്തെ മലയാളം സ്ഫുടമായിട്ട് പറയാൻ പറ്റി അല്ലേ? പിന്നെ ഇവിടുത്തെ നാടിനെ പറ്റി എന്നാ പറയുന്നത്? സുന്ദരം നാട്, ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കാം. നിങ്ങളുടെ നാടിനേക്കാളും ഇഷ്ടമാണ്? അവിടെയാണോ ഇവിടെയാണോ നമുക്ക് ഈ താമസിക്കാനായിട്ട് സുഖം? ബായിക്ക് അന്നേരം ഇവിടെ വോട്ട് ചെയ്യാനൊക്കെ പറ്റുമോ? വോട്ട് ചെയ്യാൻ അങ്ങനെയുള്ള നമുക്കിവിടെ വോട്ടുണ്ടോ? ഉണ്ട്. പിന്നെ ഈ കോട്ടയം ഭാഗത്താണോ മുഴുവൻ പണിയും ചെയ്യുന്നത്? കോട്ടയം ഭാഗത്ത് കൊല്ലം വരെ പോകും. കൊല്ലം വരെ ആണല്ലേ? നിങ്ങളെല്ലാവരും കൂടെ കൂടിയാണോ പോകുന്നത്? ഒറ്റയ്ക്കാണോ? ആയിരം കാരണമായിട്ട് ഒറ്റയ്ക്ക് പോകും. പിന്നെ മയക്കാറ് വേണമെങ്കിൽ, കൂടുതൽ മേസ്തിരി വേണമെങ്കിൽ അങ്ങനെ പണി നോക്കിയേച്ച്. അപ്പം ബായി ഒറ്റയ്ക്കാണോ അതോ കോൺട്രാക്ടറിന്റെ കീഴിലാണോ വർക്ക് ചെയ്യുന്നത്? നമ്മളെ കോൺട്രാക്ടർ ആർക്കും ഇല്ല. ഇപ്പോൾ വീട്ടിലെ സംസാരിക്കാൻ എത്ര രൂപ പണി തീരണം വരെ, മേസ്തിരിക്ക് ഇത്ര രൂപ വീതം, മയക്കാർക്ക് എത്ര രൂപ വീതം ആണല്ലേ? ഇപ്പൊ മേസ്തിരിക്ക് എത്ര ഇവിടെ നമ്മുടെ ഇപ്പൊ 1200 രൂപ. 200 രൂപ. മയക്കാടിന് 1000 രൂപ. ചിലര് ഉച്ചയാകുമ്പോൾ ഫുഡ് കൊടുക്കും, ചിലര് നമ്മൾ തന്നെ. അപ്പൊ നമ്മള് എന്നാ ഇനി നാട്ടിൽ പോകുന്നത്? നാട്ടിൽ ഇനി ഒരു 5-6 മാസം കഴിഞ്ഞ് പോകും. ആണല്ലേ? പോയിട്ട് 1 മാസം കഴിഞ്ഞ് വരും. അങ്ങനെ. എന്നാ ശരി, ഞങ്ങളുടെ നാടിനെ പറ്റി പറഞ്ഞതിന് നന്ദി.